ഇന്നലെ രാത്രി 11:30-ഓടെയാണ് കഴക്കൂട്ടം കുളത്തൂർ സ്വദേശി സുദീന മരണപ്പെടുന്നത്. കിടപ്പുമുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചെന്നാണ് ഭർത്താവ് ബാദുഷ പൂന്തറ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ബാദുഷ മകൾ കുഴഞ്ഞു വീണെന്ന് മാത്രമാണ് തന്നോട് അറിയിച്ചതെന്ന് സുദീനയുടെ പിതാവ് ആരോപിച്ചു. അവിടെ ചെന്നപ്പോൾ എൻ്റെ മോളെ മരിച്ചു കിടക്കണമായിരുന്നു. എന്താണ് കാരണം എൻ്റെ ഡോക്ടർമാരെ ഞാൻ തിരികെ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, കഴുത്തെറിവിയാണ് മരിച്ചത്. ബോധം കൊണ്ട് വീഴുന്നതാണ് ചെറുകുട്ടികളെ കൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറയിച്ചത്. കഴുത്തുമുറുകിയാണ് സുദീന മരിച്ചതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സ്വർണം പണയം വെച്ചതിൽ സുദീനയുമായി കഴിഞ്ഞ ദിവസം തർക്കം നടന്നിരുന്നുവെന്ന് ഭർത്താവിന്റെ മൊഴിയുണ്ട്. ഇതിനു പിന്നാലെയാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. ഭർത്താവ് ബാദുഷ മുൻപ് പലതവണ മകളെ മർദ്ദിച്ചിരുന്നതായി ബഷീർ. ഇതേപോലെ ഒരു 12-1 മണിയായപ്പോൾ പറഞ്ഞു, ഉമ്മച്ചിയെ കാണാനില്ല, ഉപ്പച്ചി ഓടി വരുന്ന എൻ്റെ ചെറുമക്കളെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ മരുവനോട് അവിടെ പോയി ശരിക്കും എൻ്റെ മോള് രാത്രി അടിച്ചിറങ്ങി. ഇന്നലെ പ്രശ്നമായ ആൾ വെളിയിറങ്ങിയിട്ട് എവിടെ പോയി അപ്പുറത്തെ ഒരു വീട്ടിൽ പോയി വിളിച്ചിരുന്നു. 17 വർഷങ്ങൾക്ക് മുൻപാണ് സുദീനയുടെയും ബാദുഷയുടെയും വിവാഹം നടന്നത്. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് സുദീനയുടെ ബന്ധുക്കളുടെ ആവശ്യം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.